തുടങ്ങാം നമുക്ക്. യം ശൈവാസമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരിഃ ഓം തത്സത്. ഹരിഃ ഹരിഃ. എല്ലാവരും കൂടി കൂട്ടായി ഓംകാര ജപ തപോനുഷ്ഠാനം 3 തവണ കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക, കൈകോർത്ത് മടിയിൽ വയ്ക്കുക, വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇനി ഞാൻ പറയേണ്ടി വരരുത് കേട്ടോ. തൃപ്തിയാവത്തക്ക വിധത്തിൽ എല്ലാവരും കൂടി കൂട്ടായി ജപിക്കുക. ഇവിടെ വരാത്തവർക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ ജപിക്കണം. ദാ ഓ ഹരിഃ ഓം തത്സത്. ജയഗുരു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷഃ കൃഷ്ണ ഏവ ഹി. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ കൃഷ്ണനാണെന്ന് പറയുന്നു ഒരു കവി. കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടുപോയി കൊല്ലങ്ങൾ കുറേ ആയി. അപ്പം 5000 ചില്ലാനം കൊല്ലമായി. ശരീരത്തിൽ കൃഷ്ണനില്ല. എന്നാൽ അദ്ദേഹം നമുക്ക് തന്നു പോന്നിട്ടുള്ള 2 ഉപദേശ സംഹിത, കുരുക്ഷേത്രത്തിൽ വെച്ച് പൊടുന്നനെ പെട്ടെന്ന് അർജുനനെ യുദ്ധം ചെയ്യിപ്പിക്കാൻ തക്ക വിധത്തിൽ ഭ്രമമോഹങ്ങളെല്ലാം നീങ്ങി ജ്ഞാനസമ്പന്നത കൈവന്ന് ധൈര്യം, സ്ഥൈര്യം, ഉത്സാഹം ഇതെല്ലാം കൂടി അങ്ങോട്ട് യുദ്ധം ചെയ്യണം. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഉപദേശം 700 ശ്ലോകം. അന്ന് യുദ്ധം ചെയ്യിപ്പിക്കാനായിരുന്നു കർമ്മശാസ്ത്രം. ഇന്നിവിടെയോ വിരാമശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതത്തിൽ. തനിക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം വിരമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ
ഒരു നിവേദനവും കൂടി കയ്യിൽ കിട്ടി. അപ്പം ഞാൻ വന്നു കളയാം എന്ന് പറഞ്ഞ് തയ്യാറായിരിക്കുമ്പോഴാണ് ഉദ്ധവന് മനസ്സിന് വിഷമം തോന്നി. എൻ്റെ സ്വാമി പോയാൽ ഞാൻ എങ്ങനെ കഴിഞ്ഞുകൂടും? അതുകൊണ്ട് പ്രഭോ, എന്നെയും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോണേ, അരനിമിഷം കൂടി എനിക്ക് വേർതിരിഞ്ഞിരിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഭക്തൻ്റെ മനസ്സിലുള്ള വിഷമവും തീർക്കണം, പക്ഷേ വിരാമം ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൃഷ്ണൻ ഇരിക്കവേ തന്നെ ഉദ്ധവനെ എല്ലാ വിധത്തിലുള്ള നിശ്ചയവും, സങ്കടമുണ്ട്, വിഷമമുണ്ട്, വിരഹത്തിനെ പറ്റിയ വിഷമമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒരു ജ്ഞാനവും ഒരു സമ്പന്നതയും എല്ലാം കൈക്കലാക്കി മെതിയടി തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി നമസ്കരിച്ച് ബദരികാശ്രമത്തിലേക്ക് പോകാൻ പുറപ്പെട്ട് പോപ്പിച്ചു കൃഷ്ണൻ. ഈ രണ്ട് ഉപദേശങ്ങളാണ് നമുക്ക് അദ്ദേഹം തന്നുപോയിട്ടുള്ളത്. ആ രണ്ട് ഉപദേശങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അനുഭവം എന്താ? പ്രത്യക്ഷ കൃഷ്ണയേവഹി, അതാണ് നമുക്ക് പ്രത്യക്ഷമായ കൃഷ്ണൻ. ഒരു പക്ഷേ കൃഷ്ണൻ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ല എന്ന് തോന്നുന്നു. അതേമാതിരി ഒരു സന്ദർഭം വരണ്ടേ? കൃഷ്ണനോട് തന്നെ പറഞ്ഞു ഭഗവത്ഗീത ഒന്നും കൂടി പറയൂന്ന്. അതെങ്ങനെയത് സാധിക്കില്ല? ആ സന്ദർഭം, ആ നിർബന്ധം, ആ ഉദ്ദേശം, ആ ലക്ഷ്യം, അപ്പോഴാണ് അങ്ങനെ സംസാരിച്ചത്. ഞാനത് ഏതാണ്ടൊരു ചെറിയ വശം പറയാമെന്ന് പറഞ്ഞിട്ടാണ് വേറെ ഒന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരിക്കൽ പറഞ്ഞത് ഇനി ഒരിക്കൽ പറയാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അത് ആ സന്ദർഭ നിർബന്ധം കൊണ്ട് വരുന്നതാണ്. അപ്പം കൃഷ്ണൻ പോയാലും നമ്മുടെ മുൻപിലിരിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളുമാണ് എന്ത്? ഒന്ന് കുരുക്ഷേത്രത്തിൽ വെച്ച് ഉപദേശിച്ചത്, പിന്നെ ദ്വാരകയിൽ ഇരുന്നു കൊണ്ട് ഭംഗിയായി ഉപദേശിച്ചത്. കുരുക്ഷേത്രത്തിൽ ഉപദേശം 700 ശ്ലോകങ്ങളാണെങ്കിൽ ഉദ്ധവന് നൽകിയത് 1000 ശ്ലോകങ്ങളാണ്. അവിടെ അന്ന് പറയാത്ത സംഗതികൾ മുഴുവൻ ഇന്ന് ഇതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു അന്തിമോപദേശം നമ്മുടെ മുൻപിലുണ്ട്. അത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഈ ഉപദേശം അവതരിപ്പിക്കുന്നത് ആരാ? വ്യാസമഹർഷി. അദ്ദേഹം ഇത് മാത്രമല്ല എഴുതിയിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഘടന, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഘടന, രണ്ടും കൂടി നടക്കുന്ന സമ്പർക്കത്തിലുണ്ടാവുന്ന പരിണത ഫലങ്ങൾ, അതിൽ സ്ഥായിയായി നിൽക്കുന്നതെന്ത്, അസ്ഥായിയായി നശ്വരമായി നിൽക്കുന്നതെന്ത്, നാം ഉപരിലോകങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സ്വർഗം നരകം എന്നൊക്കെ. ഇതൊക്കെ വാസ്തവത്തിൽ ഉള്ളതാണോ? എവിടെയാണ് ഈ സ്വർഗം, എവിടെയാണ് ഈ നരകം? ഇതൊക്കെ ഉദ്ധവൻ ചോദിക്കണു. ആരോട്? സ്വാമിയോട്. അതിന് ഓരോ പകുതി അല്ല, പകുതിയിൽ പകുതി 4-1 ശ്ലോകത്തിലാണ് മറുപടി പറയുന്നത്. സ്വർഗ സത്വഗുണോദയ, സത്വഗുണം വേണ്ടതുപോലെ ഉദിച്ചാൽ സ്വർഗമായി. നരകസ്തമ ഉന്നാഹോ, തമോ ഗുണം പ്രകടമായാൽ അപ്പം നരകമായി. ഈ നരകത്തിലേക്കുള്ള ദ്വാരം കാമക്രോധസ്തഥാ ലോഭ, മനുഷ്യ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന കാമം, ക്രോധം, ലോഭം എന്നീ 3. ഇങ്ങനെ എല്ലാറ്റിനെയും ഇഹലോകത്തിൽ ഐഹികാനുഭവങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സംശയത്തിനും ഇടം കൊടുക്കാതെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഈ ഉദ്ധവന് ഉപദേശിച്ച ഉദ്ധവഗീത. ശ്രീമദ് ഭാഗവതത്തിൽ പ്രസക്തമായും വളരെ ആവേശജനകമായുമുള്ള ഭാഗങ്ങൾ. എന്നാൽ ഉപദേശം മനുഷ്യജീവിതം നയിക്കാനുള്ളത് എന്താണോ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണോ? പരീക്ഷത്തെ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ പോവാണ്. അത് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, എന്താ മരണം ആസന്നമായാൽ ഒരുവൻ ചെയ്യേണ്ടത്? ആ ചോദ്യത്തിനൊക്കെ മറുപടിയായി പറഞ്ഞു പോവാ. അവസാനം കൃഷ്ണൻ തന്നെ ഉദ്ധവനോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ഒരു അപഗ്രഥനമുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യനായി ജനിച്ചാൽ എന്തു വേണം? നിങ്ങൾ തന്നെ പറയുന്ന എന്തു വേണമെന്ന്. സ്വാമിജി 2 കുട്ടികളുണ്ട്, അവർ നേരെയാവണം. 3 കുട്ടികളുണ്ട്, മുതിർന്ന് ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താലല്ലേ പറ്റുള്ളൂ. നല്ല കുട്ടികളാ, പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ല എന്നൊരച്ഛൻ. ഇപ്പം നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. കുട്ടികളിൽ നിന്ന് പൂർണ്ണമായ ഒരു തൃപ്തി വരില്ല.
ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വരില്ല, ധനം ശേഖരിച്ചത് കൊണ്ട് കിട്ടില്ല, പഠിപ്പിൽ നിന്നും കിട്ടില്ല, പിന്നെ എവിടുന്നാ കിട്ടുക? ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹ ധീര തൂർണം യതേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്. എന്നെ കൂട്ടരെ, നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിനപ്പാ. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ. ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ജീവികളും പ്രാണികളും കരജന്തുക്കളും ജലജന്തുക്കളും വായുജന്തുക്കളും എല്ലാം ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ മനുഷ്യരുടെ സംഖ്യ വളരെ കുറയും. അപ്പം ഇതിൻ്റെ ഇടയിൽ മനുഷ്യനായി ജനിക്കണം എന്ന് വിചാരിച്ചാൽ വളരെ അപൂർവമായിട്ടേ സാധിക്കുള്ളൂ. അത്രത്തോളം പ്രാണിവർഗങ്ങളുണ്ട്. ഇതിൽ വേറെ ഏതെങ്കിലും ചെന്ന് വീണു ലോട്ടറി എന്നുണ്ടെങ്കിലോ വലിയ ബുദ്ധിമുട്ടായി. ലബ്ധ്വാ സുദുർലഭമിതം, ദുർലഭം മാത്രമല്ല സുദുർലഭം, ഇതം ബഹുസംഭവാന്തേ മാനുഷ്യം. ഈ മനുഷ്യജന്മം അനവധി ജന്മങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. ആ മനുഷ്യജന്മത്തിനുള്ള വിശേഷം എന്താ? അർത്ഥതമനിത്യമപീഹ ധീര. മറ്റെല്ലാ ജീവികളെയും പ്രാണികളെയും പോലെ നമ്മുടെ ശരീരവും നശ്വരമാണ്, മരിക്കും. എത്ര കൊല്ലം കഴിഞ്ഞെന്നുള്ളതിലേ സംശയമുള്ളൂ. ഇന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല, കാർഡിയക് അറസ്റ്റൊക്കെ ധാരാളം. ബ്രെയിൻ ഡെഡ് അതുമുണ്ട്. ഒരാളുടെ ബ്രെയിൻ പോയി ആ ആളുടെ ബാക്കി അവയവങ്ങൾ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ കഥ വായിക്കാറുണ്ടല്ലോ. അതെന്തായാലും മനുഷ്യ ശരീരം വീണു പോകുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നശ്വരമപി അർത്ഥതം. ആ നശ്വരതയുടെ ഉള്ളിൽ, ആ കൊച്ചു കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തു വേണമോ അത് നേടിയെടുക്കാൻ സാധിക്കും മനുഷ്യജന്മത്തിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 20, 30, 40, 50 കൊല്ലം, എത്ര കൊല്ലമുണ്ടോ ആ കൊല്ലത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അർത്ഥതം അപീഹധീര. അങ്ങനെ വിശേഷപ്പെട്ട നിസ്തുലമായി അനന്യമായിരിക്കുന്ന ഒരു മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം ധീര, ബുദ്ധിയുള്ളവൻ എന്തു വേണം? തൂർണം യതേത നപദേത് അനുമൃത്യുയാവത്. തൂർണം യതേത ഒന്ന് പറയും. ഓ, ഒരു ജീവനും ഒരു ചൊടിയൊന്നുമില്ല. ഓരോ ഗ്ലാസ് ചായ തരട്ടെ ഞാൻ? എന്താ നിങ്ങളിങ്ങനെ പറയണത്? ഞാനും പറയാൻ. തൂർണം യതേത, തൂർണം യതേത. എത്രയും വേഗത്തിൽ പരിശ്രമിക്കണം. നപദേതനുമൃത്യുയാവത്. നമ്മുടെ ശരീരം വീഴാൻ പോവാണ്, എപ്പോൾ വേണമെങ്കിലും വീഴാം. നഹി പ്രമാണം ജന്തൂനാം ഉത്തരക്ഷണ ജീവനെ. അടുത്ത ക്ഷണത്തിൽ നമ്മൾ ജീവിക്കുമോ എന്നുള്ളതിന് ഒരു പ്രമാണവുമില്ല. അതുകൊണ്ട് ചരമശ്വാസവേലായാം യത് കൃത്യം തത് സദാ കുരു. ചരമശ്വാസവേളയിൽ നാം എന്ത് ചെയ്യുമോ അത് എപ്പോഴും ചെയ്യാം. എപ്പോഴാ വീഴുക? ഈ ഫുട്ബോളിൽ നിന്ന് കാറ്റ് പോവാന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് എപ്പോഴും ചെയ്യാന്നാ പറയണത്. തൂർണം യതേതനപദേത് അനുമൃത്യുയാവത്. എല്ലാവരും വീണ് പോകുന്ന മാതിരി ചക്ക, മാങ്ങ, അടയ്ക്ക ഒക്കെ അങ്ങനെ വീഴില്ലേ? അങ്ങനെ വീഴുന്നതിന് മുൻപ് പരിശ്രമിക്കണം. എന്തിനു പരിശ്രമിക്കണം? നിശ്രേയസായ. ഒന്ന് പറയൂ, ഒന്ന് ഉറക്കെ. നിശ്രേയസായ. മനുഷ്യർക്ക് രണ്ടാണ് ലക്ഷ്യം: അഭ്യുദയം, നിശ്രേയസം. അഭ്യുദയം എന്ന് പറഞ്ഞാൽ ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധി, സമ്പദ് സമൃദ്ധി, കുടുംബം, കുട്ടികൾ, ഇതൊക്കെയാണ്. നിശ്രേയസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് മനസ്സും ബുദ്ധിയും മാത്രം വിനിയോഗിച്ച് ഉള്ളിലൂടെ നമുക്ക് കിട്ടുന്ന സംതൃപ്തി, സൗഭാഗ്യം, സമൃദ്ധി, സാഫല്യം. പുറമേ ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ച് അനുഭവിച്ച് തൃപ്തി അടയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ ഭാവവ്യത്യാസമാണ് എല്ലാം. മനുഷ്യൻ്റെ ഭാവപുഷ്ടിയാണ് സന്തുഷ്ടി, സന്തോഷം.
ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുണ്ടായി, എനിക്ക് ദാ ഉണ്ടായിരിക്കണു എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് സന്തോഷം. അങ്ങനെ മടിയിലിരുന്നു, കുട്ടി ഉറങ്ങി എന്നുള്ള കുട്ടിയെ അങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ അമ്മ ഇരിക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് ഉറങ്ങില്ലേ? അപ്പം പതുക്കെ കുട്ടിയെ എടുത്ത് അവിടെ ഇട്ടിട്ട് അമ്മ ചെരിഞ്ഞ് അവിടെ കിടക്കും. അപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷത്തിലും കവിഞ്ഞ ഒരു സന്തോഷം ഉറക്കം കൊണ്ട് കിട്ടണമല്ലോ, അല്ലെങ്കിൽ ആ കാഴ്ച വിട്ടു പോവോ മനസ്സ്? ഇല്ല. മനസ്സിലായില്ലേ? കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പരമസന്തോഷമാണ്. ആ പരമസന്തോഷത്തെ പോലും വിട്ട് കണ്ണടയ്ക്കുകയാണെങ്കിലോ, ഒന്നിനെ വിട്ട് വേറെ ഒന്നിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തത് ആദ്യത്തേക്കാൾ നന്നായിരിക്കണ്ടേ? എന്താ മിണ്ടാത്തെ? വേണോ വേണ്ടയോ? ഒരു ജോലി വിട്ട് ഇനി ഒരു ജോലിക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ പകുതി ശമ്പളത്തിനാ പോവാ? 2 കുട്ടികളെ പെൺകുട്ടിക്ക് നോക്കി, രണ്ടാളുടെ ചരിത്രം അറിഞ്ഞു. ഒന്നിനെ വേണ്ടാന്ന് വെച്ച് രണ്ടാമത്തത് എടുത്തു. അപ്പം രണ്ടാമത്തെ കുട്ടി മോശമാവോ മേലെയാവോ? അതന്നെയല്ലേ ഇവിടെയും പ്രമാണം. അപ്പം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് മനസ്സിലാണപ്പാ, മനസ്സിലാണ് സന്തോഷം. പൂർണ്ണം യദേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ. നിശ്രേയസത്തിന്, മോക്ഷത്തിന്, ആത്മജ്ഞാനത്തിന്, ഉൾതൃപ്തിക്ക്, ഉൾസാഫല്യത്തിന് അതിനുവേണ്ടി പരിശ്രമിക്കണം. വിഷയഖലു സർവതസ്യാത്. കാണാനും കേൾക്കാനും തിന്നാനും കുടിക്കാനും പുരട്ടാനും മണക്കാനും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. സർവ്വ ജീവജാലങ്ങൾക്കും ഉണ്ട് നമ്മളെപ്പോലെ 5 ഇന്ദ്രിയങ്ങൾ. അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് ചിലതിനൊക്കെ സൂക്ഷ്മത കൂടും, ശക്തി കൂടും. നമ്മൾ കാണുന്നതിനേക്കാൾ കേമായിട്ട് ഒരു പക്ഷേ കഴുകൻ കാണുമായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്നുമല്ല മനുഷ്യൻ്റെ ശ്രേഷ്ഠതയോ മനുഷ്യൻ്റെ മികവോ. മനുഷ്യൻ്റെ മികവ് ബാക്കിയുള്ള പക്ഷിയാദികൾക്ക് കാണാൻ പറ്റാത്തതായ, അവർക്ക് പുറം ലോകം, പുറം വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ വിട്ട് നമുക്ക് കണ്ണടച്ചിരുന്ന് ഉള്ളിലുള്ള മനസ്സിൽ നിന്ന് വിരിയുന്ന ചിന്ത, അത് തൊടുത്തുവിടുന്ന ഭാവങ്ങൾ, വികാരങ്ങൾ, ആലോചിക്കുന്ന ബുദ്ധി, അന്വേഷിക്കുന്ന ബുദ്ധി, അന്വേഷണം പിന്തുടർന്ന് കണ്ടെത്തൽ, ഇതൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള നിശ്രേയസത്തിന് വേണ്ടി പരിശ്രമിക്കണം, അല്ലാതെ അഭ്യുദയത്തിന് വേണ്ടിയല്ല. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ഉദ്ധവനോട്. നിങ്ങളെല്ലാവരും ഗ്രഹിക്കേണ്ടതാ. ഇന്ന് സമാപന ദിവസമാണല്ലോ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആഹ്വാനം എന്ത്? നാം എന്തു വേണം എന്ന് ചോദിച്ചാൽ ദാ കൃഷ്ണൻ സ്പഷ്ടമായിട്ട് പറയുന്നു. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ. കിട്ടാൻ എളുപ്പമൊന്നുമില്ല നമ്മുടെ ഈ ശരീരം. ദുർലഭം, സുദുർലഭം, വളരെ സുദുർലഭമാണ്. ബഹുസംഭവാന്തേ, അനവധി ജന്മങ്ങൾക്ക് ശേഷം കിട്ടിക്കഴിഞ്ഞു, ഇനി പ്രയത്നിക്കണ്ട. മാനുഷ്യമർത്ഥതമനിത്യമപീഹധീര തൂർണം യതേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയഖലു സർവതസ്യാത്. ഇങ്ങനെ ഉള്ള തത്വം മനസ്സിലാക്കാതെ മനുഷ്യര് ദേഹാലങ്കാരങ്ങളും വസ്ത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ചിലരൊക്കെ വന്നു, എല്ലാവരുടെ കാലമൊന്നും നമ്മളങ്ങനെ കാണാറില്ല. ഇവിടെ ഇന്നലെ ആടി ചിലർ ഓണത്തിന്. അപ്പം ചിലരുടെ കാലിൽ ചവന്ന് മഞ്ഞ നിറമുള്ളൊരു ലോഹമുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. അതോ ഇനി അതും ഇമിറ്റേഷനാണോ എന്നറിയില്ല. അവരങ്ങനെ ഗൊലുസ് പാദസരമൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുക. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, നമുക്ക് പഴയ കാലത്ത് സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ടാണ്. സ്വർണ്ണം ഉണ്ടായിരുന്നു, കയ്യിലിടും, അരഞ്ഞാൻ വരെ ഉഡ്യാണം വരെ ധരിക്കും. അവിടെ ഞങ്ങൾ താഴത്ത് സ്വർണം ധരിക്കാറില്ല. അത് സ്വർണത്തിനൊരു മതിപ്പ്, മനുഷ്യനുള്ള ഒരു ശ്രേഷ്ഠതയാണ്. സ്വർണമുണ്ട്, സമ്മതിച്ചു, ആഭരണമാക്കാം, ആക്കിക്കോളൂ. മൂക്കിലാവാം, ചെവിയിലാവാം, എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ആയിക്കോളൂ. ബ്രേസ്ലെറ്റൊക്കെ ആവാം, ഉഡ്യാണവുമാവാം. പക്ഷേ കാലിൽ പാദസരം എന്ന് പറഞ്ഞ് മാത്രം ഒന്ന് കെട്ടാൻ പുറപ്പെടരുത്. അത് വേണമെങ്കിൽ തന്നെ വെള്ളി മതി. അത് സൂക്ഷിക്കാൻ വലിയ വിഷമാണ്, അഴിഞ്ഞു പോയാൽ അറിയൂല. എന്താ ഇപ്പം ഇതിന് കാരണം? നമ്മൾ നോക്കി ഇങ്ങനെ നടക്കും. കണ്ണാടിയിൽ നോക്കിയിട്ട് പാദസരം കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അത് നമ്മുടെ കയ്യിൽ സ്വർണമില്ലാത്തത് കൊണ്ടല്ല ധരിക്കാതെ ഇരുന്നത്, നമ്മുടെ മനസ്സിലുള്ള വിവേകം, നമ്മുടെ വിശേഷ ബുദ്ധിയാണ്.
ഇതെല്ലാവരും ഒന്ന് നല്ല പോലെ മനസ്സിലാക്കണം. കേരളീയരെ അഭ്യസ്തവിദ്യരാണ്. ആ അഭ്യസ്തവിദ്യരായിട്ട് എന്താ പഠിച്ച് പഠിച്ച് പണിക്കരായി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കാലിൽ തൂക്കിയിട്ട് നടക്കാൻ പുറപ്പെടണ അഴുക്കാവും, ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് അത് അഴിഞ്ഞു പോവുക പറയാൻ പറ്റില്ല. സ്വർണത്തിനൊരു മതിപ്പല്ല, നമുക്കും ഒരു മതിപ്പല്ല. എന്താ ഞാനത് പറയാൻ കാരണം, ഭാരഃപരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നമേന്മുകുന്ദം ശാവൗ കരൗനോ കുരുതസ്സപര്യാം ഹരേർലസത് കാഞ്ചന കങ്കണൗവാ. ഇതൊക്കെ നിങ്ങൾ ഉരുവിട്ട് പഠിക്കണപ്പാ. മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ശാശ്വതമായി കൊത്തിവെച്ചിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം. ഭാരഃപരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നമേന്മുകുന്ദം. നമ്മുടെ ശരീരത്തിൽ പല അംഗങ്ങളുമുണ്ട്. അതിൽ തലയ്ക്കാണ് ഉത്തമാംഗം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ഭാരം ചുമക്കുന്നതാണ് കാലടിയും ആംഗിളുമൊക്കെ. എല്ലാറ്റിനും നിർദ്ദേശം നൽകി ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ ഓർമ്മക്കുറിപ്പ് എഴുതി വച്ച് അത് അറിവും ഓർമ്മയുമായി രൂപപ്പെടുത്തി സമയോചിതം നമ്മളെ ഉപദേശിച്ച് എല്ലാറ്റിനെയും നിയന്ത്രിച്ചും നയിച്ചും നടക്കുന്ന വിശേഷപ്പെട്ട സ്ഥലമാണ് പുരികത്തിന് മുകളിലുള്ള ഭാഗം. അതാണ് അതിനെ ഉത്തമാംഗം എന്ന് പറയുന്നത്. അത് സ്വയം ഒരു പക്ഷേ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എല്ലാറ്റിനെയും ചെയ്യിക്കുകയാണ് അത് സദാ. ആ ഉത്തമാംഗമുണ്ടല്ലോ, ഭാരഃപരം പട്ടകിരീടജുഷ്ടം, അതിൽ വലിയ വലിയ തലപ്പാവ് കെട്ടിക്കോളൂ, കിരീടം ധരിച്ചോളൂ, സ്വർണ്ണക്കിരീടം. അതൊക്കെ ധരിച്ചാലും ശരി, അപ്യുത്തമാംഗം നമേന്മുകുന്ദം, മോക്ഷദാതാവായിരിക്കുന്ന മുകുന്ദനെ നമസ്കരിക്കാൻ തലകൊമ്പിടിപ്പിച്ചു. നമസ്കരിക്കാൻ നമ്മൾ പുറപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെപ്പാട് കൂടിയ ഒരു ഭാരം കഴുത ചുമക്കുന്ന സ്വർണത്തിന് തുല്യമായുള്ളൂ. കഴുത സ്വർണം ചുമന്നാൽ അതിന് സ്വർണ്ണമാണെന്നറിയോ? ഇതാ മിണ്ടാത്ത. കരിങ്കല്ലും സ്വർണമായിട്ട് എന്തിനാ? അത് ഭാരമാണ് രണ്ടും, ഇത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഉത്തമാംഗത്തിൻ്റെ വില. ആ ഉത്തമാംഗം കൊണ്ട് വേണം ആലോചിക്കാനും വിചാരം ചെയ്യാൻ, ഭഗവാനെ പോലും കണ്ടുപിടിക്കാൻ. അതാണ് ആവശ്യം. ഭാരഃപരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നമേന്മുകുന്ദം ശാവൗ കരൗനോ കുരുതസ്സപര്യാം ഹരേർലസത് കാഞ്ചന കങ്കണൗവാ. ഈ സദസ്സിൽ കാണും കാഞ്ചന കങ്കണൗവാ, സ്വർണം കൊണ്ടുള്ള എന്ത് വിള. ഇപ്പം കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വിളയേ വേണ്ടു, എന്നാൽ അതിലധികം വിളക്കുണ്ടാവില്ല. അപ്പോൾ സ്വർണത്തിന് കേടുവരില്ലല്ലോ. അത് എത്ര വിളയാ? ഒരു 6 8 ഇതുവരെയൊക്കെ ആവാം. അങ്ങനെ കാഞ്ചനം ധരിച്ച വിളകൾ ധരിച്ചിട്ടുള്ള കൈകളാണെങ്കിലും ശരി പറയാണ്, ശാവൗ കരൗനോ, അത് ശവക്കൈകളാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ധർമ്മം ഉപദേശിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ലജ്ജയുമില്ല, ഭയവുമില്ല, മുഖം നോക്കി സംസാരിക്കില്ല. ഉള്ളത് തൊലി ഉരിച്ച് നന്നായി പറയും. കേൾക്കണം, ഗ്രഹിക്കണം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ആ പറയുന്നതിൻ്റെ മൂല്യം ഒരാൾക്കും മാറ്റിയെഴുതാൻ സാധിക്കില്ല. ഹരേർലസത് കഞ്ചന കാങ്കണൗവ ശാവൗ കരൗനോ കുരുതസ്സപര്യാം. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുടെ ഒരു പടം വയ്ക്കുക, എന്തെങ്കിലും ഒരു ചിത്രം വയ്ക്കുക, അതിൽ കാലത്തെണീറ്റ് കുളിച്ചതിന് ശേഷം അതിന് പറ്റിയിട്ടുള്ള മഞ്ഞ അല്ലെങ്കിൽ തെച്ചിപ്പൂവ് മാതിരിയുള്ള പൂക്കൾ, തുളസി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കാൻ ഉപയോഗിക്കാത്ത കൈകൾ നിങ്ങൾ എത്ര തന്നെ സ്വർണം കൊണ്ട് ഭൂഷണങ്ങൾ നടത്തിയാലും ശാവൗ കരൗ തൗ ശാവൗ കരൗനോ. എന്താ അതിനർത്ഥം? ശവത്തിൻ്റെ കൈകൾ പോലെയാണത്. കേട്ടോ നിങ്ങൾ? ഇല്ല, ഇഷ്ടപ്പെടണില്ല എന്നാ തോന്നണേ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ശാവൗ കരൗനോ ശാവൗ കരൗനോ കുരുതസ്സപര്യാം ഹരേർലസത് കാഞ്ചന കങ്കണൗവ. കുലുക്കി കുലുക്കിയൊക്കെ ഇങ്ങനെ നടന്നോളൂ, കയ്യിൽ വിളയുണ്ട് ധാരാളം എന്ന് മനസ്സിലാവാൻ.
പക്ഷേ ഭഗവാനെ എന്തെങ്കിലും തരത്തിലൊരു പുഷ്പം വെച്ച് പൂജിക്കാൻ പുറപ്പെടാത്ത കൈകൾ ശവക്കൈകൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ 2 ശ്ലോകം ഉണ്ടല്ലോ. ഇനിയുണ്ട് ഇതിൽ ചിലത്. ഭാരപരം പട്ടകിരീടജുഷ്ടമപ്യുത്തമാംഗം നനമേൻ മുകുന്ദം ശാവൗകരൗനോ കുരുധസ്സപര്യാം ഹരേർലസത്കാഞ്ചന കങ്കണൗ വാ യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ എന്നെ കൊണ്ടുപോകണേ, എനിക്ക് മനസ്സിലാക്കി തരണേ ഭഗവാനെ. സ്വാമിജി 12 കൊല്ലമായി ജപിക്കുന്നു, സ്വാമിജി 32 വർഷമായി, ഇങ്ങനെ പറയുന്നവരാ കൂട്ടത്തിൽ. അങ്ങനെയുണ്ടോ ഒരു ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെള്ളം വെച്ച് തീപ്പൂട്ടി അതെങ്ങനെയാ കുറച്ച് നേരം കൊണ്ട് തിളയ്ക്കും. തിളച്ച് മറിഞ്ഞ് ആവിയായി വറ്റിയില്ലാതെ വരെയാവും. അതുപോലെ ഈ ഭക്തി എന്ന് പറയുന്ന ആ അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദഹനം നമുക്ക് മനസ്സിലാക്കാതെ പറ്റില്ല. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഭക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് ഈ ഭക്തി. നമ്മുടെ ഫിലിം സ്റ്റാർ ദേവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് എന്തോ ഒത്തിരി താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. ആശ്രമത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അയ്കുന്ന് പാണ്ഡവഗിരിയിൽ പൊങ്കാല നടത്തിയപ്പോൾ അവിടെയും വന്നു. അപ്പോൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നു. ഞാൻ ചോദിച്ചു, എന്താ ദേവ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായി? അയ്യോ സ്വാമിജി, എന്നെ പിന്നാലെ ഈ വട്ടത്തിൽ നിന്ന് ഹരേ രാമ പൂർണ്ണമായി ജപിച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാ, സ്വാമിജി പറഞ്ഞില്ലേ ശശ്വന്മനസോ മഹോത്സവം എന്ന്, അതെനിക്ക് അനുഭവപ്പെട്ടു. മഹോത്സവം എന്താണെന്ന് അനുഭവപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? ഭക്തിക്ക് അതിനുള്ള ശക്തിയുണ്ട്, ത്രാണിയുണ്ട്. വാഗ്ഗദ്ഗദാദ്രവതേയസ്യ ചിത്തം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. മനസ്സിനെ ദ്രവിപ്പിക്കും, തൊണ്ടയിടറും, കൂക്കും, നിലവിളിക്കും, പാട്ടുപാടും, ചിരിക്കും, കരയും. ഇതൊക്കെ ഭക്തി നമ്മളിൽ ഉണ്ടാക്കുന്ന ആ അഹങ്കാരം കരഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ. ഭഗവാന്റെ കഥകൾ, ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുണ്യകഥകളാണ്. പുണ്യകഥകൾ ഒന്ന് പറയൂ. നിങ്ങളുടെ കുട്ടികളുടെ ഒരു ചരിത്രം എഴുതിയ എത്ര ആൾ വായിക്കും? അല്ല, നിങ്ങളുടെ തന്നെ എഴുതിയാലോ അച്ചടിക്കാൻ പോലും ഒരാളെ കിട്ടില്ല. ഭഗവാന്റെ കഥകളെ എത്ര പുസ്തകങ്ങളായി അടിക്കണു, എത്ര വിവരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണതിന്. അതുമാത്രമേ പുണ്യകഥകൾ, പുണ്യചരിതം പവിത്രമായിട്ടുള്ളതുള്ളൂ. അപ്പോൾ യഥായഥാത്മാ പരിമൃജ്യതേ സൗ, എത്രത്തോളം ഒരുത്തൻ്റെ ജീവൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ, എൻ്റെ പുണ്യപ്രദമായിരിക്കുന്ന ചരിതങ്ങൾ വായിച്ചും കേട്ടും മനസ്സിലാക്കിയും അതിനെ തുടർന്ന് സ്വാഭാവികമായി അഭിധാനൈഃ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാമം ജപിക്കാൻ തോന്നും. ഇവിടെ ഇപ്പം ജപിക്കാതെ അകന്നു നിന്നവരൊക്കെ ഇപ്പോൾ കൂടെ ചേർന്ന് ജപിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പുണ്യഗാഥകൾ കേട്ടും എൻ്റെ പുണ്യനാമങ്ങൾ പറഞ്ഞും എത്രത്തോളം മനുഷ്യജീവന് ശുദ്ധി വരുന്നുണ്ടോ, ആ ശുദ്ധി വരുന്നത് എങ്ങനെ അറിയാം? തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. അത്ര കണ്ട് സൂക്ഷ്മം വസ്തു പശ്യതി. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരമല്ലാതെ ചൂടുണ്ടാക്കിക്കൊണ്ട്, ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ട്, ശ്വാസോച്ഛ്വാസം പുറപ്പിടിച്ചുകൊണ്ട് സർവ പ്രക്രിയകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യം, ഉണർവുണ്ട്. ആ സാന്നിധ്യമുണ്ടോ സ്വാമിജി മനസ്സിലാവണില്ലല്ലോ. എടോ, താൻ ശരീരം മാത്രമാണോ? സ്വാമിജിക്ക് വേണ്ടിയല്ല എന്ന് പറയാം. ശരീരം മാത്രമാണ് നമ്മൾ. ഇപ്പോൾ ഒരാൾ പോയി എന്ന് പറഞ്ഞു, ആരായി പോയത്? ശരീരം അവിടെ കിടക്കുന്നുണ്ടല്ലോ. പോയത് ശരീരം അല്ല. അപ്പം ശരീരമല്ലാതെ ഒന്ന്, ശരീരത്തിൽ ചൂടൊക്കെ നൽകിക്കൊണ്ടിരിക്കണ്ടല്ലോ.
യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ. എന്താ നിങ്ങൾ ഈ പറയണത്? ഉള്ളിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ വാക്കിനെ പുറത്തു കൊണ്ടുവന്നു, പ്രാണനെ സഞ്ചരിപ്പിക്കുന്നു, ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നു. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ നിന്ന് ഗരുഡവാഹനനായി വന്ന് കണ്ണടച്ച് ധ്യാനിക്കുന്ന 5 വയസ്സായ കുട്ടി ധ്രുവന്റെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിന്നു. അന്ന് വരെ, അതേ നിമിഷം വരെ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന ആ രൂപം പെട്ടെന്ന് ഠാപ്പ് അങ്ങോട്ട് പോയപ്പോൾ ഞെട്ടിക്കളഞ്ഞു ധ്രുവൻ. കൂരിരുട്ടായി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മഹാവിഷ്ണു നിൽക്കണു. പാവം, അത്യത്ഭുതം. ഇടിവെട്ട് കൊണ്ട മാതിരിയായി. സംസാരിക്കാൻ പറ്റിയില്ല. ഭഗവാനെ കണ്ടാൽ സ്തുതിക്കുക എന്നാണ് നമ്മളെല്ലാവരും ചെയ്യുക. അതിന് പറയാൻ അറിയണ്ടേ? 5 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ശംഖു കൊണ്ട് കവിളൊന്ന് തലോടിയത്. ആരൂതിയാലും അതിൻ്റെ മധുരസ്വരം, ഉച്ചനാദം പുറപ്പെടുവിക്കുന്ന ശംഖുണ്ടല്ലോ, അതുകൊണ്ട് കവിളങ്ങോട്ട് തലോടിയപ്പോൾ കവിള് ശംഖ് പോലെയായി. വളരെ വിശേഷപ്പെട്ട സ്തുതികളും വർണ്ണനകളും ആ കുട്ടി മുഖത്തിൽ നിന്ന് പുറപ്പെട്ടു. അതിലാദ്യം പറയുന്നതാണിത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. ആരാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച്, നിങ്ങൾ കേൾക്കണുണ്ടോ? ഇല്ല. എന്താ കേട്ടെ? ആരാണോ ഉള്ളിൽ പ്രവേശിച്ച്. അപ്പൊ ധ്രുവന്റെ മാത്രമേ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ലേ? അപ്പൊ പ്രവേശിച്ചിരിക്കണത് ആരാ? ഭഗവാൻ. ഇതാണ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. കേട്ടതൊന്ന് നിങ്ങൾക്ക് അന്വയിച്ചിങ്ങോട്ട് എടുക്കൂ. ധ്രുവൻ പറയണു, ആരാണോ എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി, ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ വേണ്ടതുപോലെ പ്രസരിപ്പിച്ച് സ്വരാക്ഷരങ്ങളോടുകൂടി, വ്യഞ്ജനങ്ങളോടുകൂടി പുറത്തു കൊണ്ടുവന്ന് ഒന്നാം തരം ഭാഷയായി സുന്ദരമായി ആശയവിനിമയത്തിന് യോഗ്യതയുള്ളതാക്കി തീർക്കുന്നത് ആ ഭഗവാൻ. അപ്പം നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പിന്നിലുള്ള ശക്തി ആരാ? ഭഗവാൻ. ആ ഭഗവാൻ പുറത്തിരുന്ന് സംസാരിപ്പിക്കുന്നുവോ അതോ അകത്ത് പ്രവേശിച്ചോ? ആ ബോധ്യമുണ്ടോപ്പാ നിങ്ങൾക്ക്? ഒന്ന് പറയും. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. അദ്ദേഹത്തിന് എങ്ങനെ ഇത് സാധിക്കണു? അഖില ശക്തിധരനാണ്. ഭഗവാൻ ഇല്ലാത്ത ശക്തി ഒന്നുമില്ല. ഇല്ലാത്തതുണ്ടാക്കാൻ, ഉള്ളതില്ലാതെയാക്കാൻ, ഉള്ളതിൽ മാറ്റം വരുത്താൻ എന്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കും. ആ ശക്തികളെല്ലാം ധരിച്ചുകൊണ്ട് ഉള്ളിൽ വെറുതെ ഇരിക്കണേ ഉള്ളൂ ഭഗവാൻ. സ്വധാംന അന്യാംശ. ഇനി ബാക്കിയുള്ള ഹസ്തചരണ ശ്രവണത്വഗാദീൻ. ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ. നമ്മുടെ കയ്യ്, കാല്, ശ്രവണം, ത്വക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ. പ്രാണാൻ നമോ ഭഗവതേ. ഇതാരാ നിങ്ങളെ കൊണ്ട് ശ്വാസം ചെയ്യിപ്പിക്കുന്നത്? അമ്മാമനോ? ഒന്ന് പറയണപ്പാ. നിങ്ങൾ ശ്വാസം വലിച്ചു വിടണുണ്ടെങ്കിൽ ആരാ അതിന് കാരണം? ആരാ? ഒന്ന് ഉറക്ക എല്ലാവരും പറയും. അപ്പൊ ഇനി ഭഗവാനെ തേടി നടക്കുമോ നിങ്ങള്? വിശ്വസിക്കാമോ? ഭഗവാനാണ് ഉള്ളിലെന്ന്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംന അന്യാംശ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അങ്ങനെയുള്ള ഭഗവാനെ പുരുഷൻ എന്നാണ് പറയുന്നത്. പുരുഷൻ എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥം? ശരീരത്തിൽ ശയിക്കുന്നവൻ പുരുഷനാണ്. ഭഗവാനെ നിങ്ങൾ എവിടെ തേടണം? പുരുഷനിൽ തേടണം, ശരീരത്തിൽ തേടണം. നിങ്ങൾ തേടുന്നതോ എവിടെയുണ്ടോ അവിടെ മാത്രം തേടില്ല. ഭഗവാൻ ദാ ഉത്തരത്തിൽ കണ്ടു, ആ ഓടി. ഒരു ജ്യോതി പൊന്തി ഓടി.
നല്ല കാഴ്ച. ഇങ്ങനെ പോയിട്ട് എത്ര ആൾ ഭഗവാനെ കണ്ടു എന്ന് കേൾക്കട്ടെ. ജ്യോതി കണ്ടു മടങ്ങിപ്പോന്നു. ഭഗവാനെ കണ്ടോ? കണ്ടില്ല. ഭഗവാൻ എവിടെയാ? നിങ്ങളുടെ ഉള്ളിലാണ്. അവിടെ മാത്രമേ നമുക്ക് ഭഗവത് ദർശനം, ഭഗവത് സ്പർശനം, ഭഗവത് അനുഭവം ഉണ്ടാവുള്ളൂ. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആദ്യത്തെ സ്തുതിയ. ഈ ശ്ലോകം ആരെങ്കിലും പറയും, എന്നിട്ടാണ് ഞാൻ എപ്പോഴെങ്കിലും വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ കൊളുത്താറുള്ളത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇതിലേറെ എന്തു വേണം? ഭാഗവതം നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഉദ്ബോധനം. ഓരോ വരിയിലും, ഓരോ വാക്കിലും, ഓരോ ശ്ലോകത്തിലും, ഓരോ അധ്യായത്തിലും, ഓരോ സ്കന്ധത്തിലും സംവാദരൂപേണ തത്വകഥനത്തിലൂടെ, അവതരണത്തിലൂടെ, സംഭവ വിവരണത്തിലൂടെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. എത്രത്തോളം നമ്മുടെ ജീവൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം പവിത്രമാകുന്നുവോ, പുനിതമാകുന്നുവോ, ഭഗവത് കഥകളും ഭഗവത് ചരിതങ്ങളും കേട്ട് തത്വകഥനങ്ങളെല്ലാം ശ്രവിച്ച്, ഈ ശ്രവണം എന്ന് പറഞ്ഞാൽ ഉള്ളു ശുദ്ധമാവലാണ്. സ്വാമിജി ഭാഗവതം വായിച്ചുകൊണ്ടിരുന്നു. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ സന്തോഷം തോന്നി. അദ്ദേഹം വായിക്കുമ്പോൾ നിങ്ങൾ ഈ കേൾക്കണത് എന്തിനാ? സമയം ചെലവ് ചെയ്യാനല്ല. നമ്മുടെ ഉള്ളു സംശുദ്ധമാവാൻ, പുനിതമാവാൻ, പവിത്രമാവാൻ, ദിവ്യമാവാൻ, ശോഭനമാവാൻ, കോമളമാവാൻ, സുന്ദരമാവാൻ, ഹൃദ്യമാവാൻ. കേൾക്കുവപ്പാ. ഹേ ഗോപാലക, ഹേ കൃപാജലനിധേ, ഹേ സിന്ധുകന്യാപതേ, ഹേ കംസാന്തക, ഹേ ഗജേന്ദ്രകരുണാപാരീണ, ഹേ മാധവ, ഹേ രാമാനുജ, ഹേ ജഗത്രയ ഗുരോ, ഹേ പുണ്ടരീകാക്ഷമാം, ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഒരൊറ്റ ഇരിപ്പിലിരുന്ന് പറയണം. പറയണം. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ. പൂർവാശ്രമത്തിൽ ഞങ്ങൾ അമ്മയ്ക്ക് 7 കുട്ടികളാ. മൂത്ത ആളെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നിലോ പ്രസവിച്ച ഉടനെ പോയി, അല്ലെങ്കിൽ അതിന് മുമ്പ് പോയി. ഇതേവരെ ഒരു വർത്തമാനവും. അവിടുന്ന് ഞങ്ങൾ 6 പേരാ. ഞാൻ ഒടുക്കത്തെ ആളാ. എൻ്റെ മേലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മണൻ എന്നാ പേര്. ഒരു സ്വല്പം വിശേഷപ്പെട്ട വികൃതിയൊക്കെ ഉള്ള ആളാണ്. ഞാൻ അങ്ങോരെ വിചാരിച്ച് വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്. എന്നാലോ അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് വേറെ ഒരു ഭാവം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ശിവക്ഷേത്രത്തിനുണ്ട്. അതിൻ്റെ മണ്ഡപത്തിൽ ഒരു ദിവസം കാലത്ത് പോയിരുന്നു അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ശിവാനന്ദലഹരിയാണെന്ന് തോന്നുന്നു. മണി 9 കഴിഞ്ഞു, വരണ കാണാനില്ല. അപ്പം സ്കൂളിലേക്ക് പോകണമല്ലോ. അമ്മ എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ണിന്ന് ധാരധാരയായി വെള്ളം വരണം. വായിക്കണമുണ്ട്. ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് എണീപ്പിക്കാൻ തോന്നിയില്ല. അവിടെ നിന്നിട്ട് പതുക്കെ, ഞാനൊരു അനുജനാണല്ലോ, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്താ ചേട്ടാ അങ്ങനെ ഇരിക്കണേ, സ്കൂളിലേക്കൊക്കെ പോകണ്ടേ, അമ്മ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞ് മയപ്പെടുത്തി അത് നിർത്തി കൂട്ടിക്കൊണ്ടുവന്നു. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? നാമം ജപിച്ച് കണ്ണിന്ന് വെള്ളം വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭഗവാനോട് സ്നേഹം, ആ ഊഷ്മളത നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ മതി. ആരുടെ പേരാ ഞാൻ പറയുന്നത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ പേര്. അനുരാഗബദ്ധമാവണം മനസ്സ്. തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. എത്രത്തോളം ശുദ്ധമായോ അത്രത്തോളം എന്തു ചെയ്യും? അകത്തിരിക്കുന്ന സൂക്ഷ്മവസ്തു, സൂക്ഷ്മ സാന്നിധ്യം നിങ്ങൾ കാണും, കേൾക്കും, അനുഭവിക്കും,
രുചിക്കും. ഒരു നാളികേരത്തിൻ്റെ പൂള് വെച്ച് വായിലിട്ട് പല്ലുകൊണ്ട് കടിച്ചാലാണ് രസം. നാമജപത്തിന് അതും വേണ്ട. ആ ജപം ഉറക്കെ അങ്ങോട്ട് ജപിക്കുക, ഇഷ്ടപ്രകാരം ജപിക്കുക, നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജപിക്കുക. ആരും കേൾക്കണ്ട, ചിലർക്ക് നമ്മുടെ സ്വരം പിടിച്ചു എന്ന് വരില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജപിച്ച് അത് ഉള്ളിൽ ഇറങ്ങി 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 അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പം മനസ്സ് വെണ്ണ ഉരുകുന്ന മാതിരി ഉരുകും. തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. കണ്ണിന് കേടുവന്നാൽ അഞ്ജനക്കല്ലുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി ശരിയാക്കാറുണ്ടല്ലോ. അതേപോലെ തകരാറുള്ള നമ്മുടെ മനസ്സ്, അപവിത്രമായ നമ്മുടെ മനസ്സ്, ശുദ്ധി കുറഞ്ഞ നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഈ നാമസങ്കീർത്തനത്താലും കഥാശ്രവണത്താലും തത്വകഥന ശ്രവണത്താലും ഉരുകി 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 ഉള്ളിലുള്ള ആ സാന്നിധ്യം ദാ എന്ന് പറഞ്ഞ് മിന്നിത്തിളങ്ങി പുറത്തു വരും. നിങ്ങൾ ചാടും, തുള്ളും. ഇതൊക്കെ സംഭവിക്കും. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവ അഞ്ജന സംപ്രയുക്തം. ഇതാണ് ഭാഗവതത്തിന് പറയാനുള്ളത് ഭക്തിഭാഷയിൽ. ഇനി ജ്ഞാനഭാഷയിൽ പറയുമ്പോഴോ യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാം നിശേഷമോക്ഷേ സതിവാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ഇതാണ് ഞാൻ ആദ്യം വായിച്ചത്. വിവേകചൂടാമണിയിൽ ശങ്കരാചാര്യൻ എഴുതിയിട്ടുള്ളതാ. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ, യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ. ധ്യാനിച്ച് ധ്യാനിച്ച് നമ്മുടെ മനസ്സിനെ പ്രത്യഗവസ്ഥിതം, ആ മനസ്സ് ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. എവിടുന്ന് പുറപ്പെടുന്നുവോ ചിന്തകൾ, അവിടെ തന്നെ മനസ്സിനെ അവരോധിക്കുക. ചിന്തകൾ പുറപ്പെടുവിക്കാതെ അതുകളിൽ നിന്ന് പിൻവലിഞ്ഞ് എവിടുന്നെല്ലാം പുറപ്പെടുന്നുവോ ആ സ്രോതസ്സിൽ അമർന്നിരിക്കുക. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ. അങ്ങനെ ആയാലോ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാം. അത്രത്തോളം അതിനെ ബാഹ്യവസ്തുക്കളിൽ ആശകളില്ലാതെയാവും അത്ര. ആ ഉൾസുഖം, ഉള്ളാനന്ദം, ഉള്ളാഹ്ലാദം അനുഭവിക്കും തോറും ബാഹ്യവസ്തുക്കളിലുള്ള പിടിച്ചുവലിയും ആകർഷണവും ഇല്ലാതെയായി പോവും. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാം നിശേഷമോക്ഷേ സതി വാസനാനാം. വാസന എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ നിശേഷമില്ലാതെ ആയാലോ ധ്യാനിച്ച് ധ്യാനിച്ച് ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാണ്ടല്ലോ, കനലിൽ തീയുള്ളതുപോലെ, നനഞ്ഞ വസ്ത്രത്തിൽ വെള്ളമുള്ളതുപോലെ, ചുട്ടുപഴിപ്പിച്ച ഇരുമ്പുണ്ടയിൽ ആ ചൂട് പോലെ നമ്മുടെ ശരീരത്തിൽ 98.4 ഡിഗ്രി ചൂടുണ്ടാക്കിക്കൊണ്ട് സദാ പരിലസിക്കുന്ന ഒരു ഉൾ സാന്നിധ്യമുണ്ടല്ലോ കൂട്ടരെ, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ഒരു വിധത്തിലുള്ള പ്രതിബന്ധവുമില്ലാതെ എപ്പോഴും നിങ്ങൾക്ക് ആത്മാനുഭവം ഉണ്ടാവും. നമ്മുടെ ഡോക്ടർ അരവിന്ദൻ ആദ്യത്തെ ദിവസം ഇവിടെ ഒരു ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുദ്രാവാക്യമായി കണക്കാക്കണം. പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയതാ. തുഷ്ടേ ച തത്ര കിമലഭ്യമനന്താദ്യേ, തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്താദ്യേ. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഞാൻ അങ്ങോട്ട് പോകും. തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്താദ്യേ. പറഞ്ഞത് മതിയോ? ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്താദ്യേ, തുഷ്ടേ ച തത്ര കിമലഭ്യം
അനന്താദ്യേ. ഇനി പറഞ്ഞുതരാം. തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്താദ്യേ. തുഷ്ടേ ച തത്ര കിമലഭ്യം അനന്താദ്യേ. അനന്തനും ആദിവൈഭവമായിരിക്കുന്ന ആ മഹാപ്രഭു തുഷ്ടേ സന്തോഷിച്ചു എന്നുണ്ടെങ്കിൽ കിമലഭ്യം, ഇവരെ നമുക്ക് ലഭിക്കാത്തത് എന്താ? കുട്ടികളാണെങ്കിൽ കുട്ടികൾ, വീടാണെങ്കിൽ വീട്, എന്ത് വേണമെങ്കിൽ നമുക്ക് ലഭിക്കും, എന്ത് വേണമെങ്കിൽ ലഭിക്കും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയാം. ഞങ്ങളുടെ നാട്ടില് വടക്കേ ഇന്ത്യ ഒരു മധുകണ്ഠദാസ് എന്ന് പറഞ്ഞ ഒരു ബ്രഹ്മചാരി വന്നു. അവിടെ വന്ന് അദ്ദേഹം പെട്ടെന്ന് ഓടിപ്പോയില്ലേ, അവിടെ തങ്ങി. അപ്പോൾ എന്തെങ്കിലും ഞാൻ എന്താ ഏതാന്നൊക്കെ ചോദിക്കൂല. അപ്പോൾ പറയാണ്, ഞാൻ ഭാഗവതം വായിക്കുന്ന ആളാണ്, എനിക്ക് ഭാഗവതത്തിൽ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാഗവതം വിശേഷമാണെന്നൊരു ഭാഗവതം വായിക്കുന്ന ആൾ പറഞ്ഞു, ഓ നിങ്ങൾ ഇത്ര വിശേഷം പറയുന്നുണ്ടല്ലോ, ഭാഗവതം എനിക്ക് 1,00,000 ഉറുപ്പിക തരുമോ ചോദിച്ചു തറേ. അദ്ദേഹം പാവം എന്താ പറയാൻ, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ഭാഗവതം വായിച്ചാൽ വളരെ നല്ലത്, അനുഗ്രഹകരാണെന്ന്. അദ്ദേഹം പോയി. ഈ കുട്ടി കുറേശ്ശെയായിട്ട് ഭാഗവതം വായിക്കാൻ തുടങ്ങി. അധികം താമസിക്കാതെ ഒരു ആശ്രമത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത്രേ, 108 തവണ ഭാഗവതം വായിക്കുമെന്ന്. ആ കുട്ടി 108 തവണ വായിക്കാൻ തുടങ്ങി. തൊണ്ടയൊക്കെ പോയി എന്ന് പറയാ. വായിച്ച് 108 കഴിഞ്ഞു. അദ്ദേഹം അവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ 1,30,500 ഉറുപ്പിക കൊടുത്തു. എന്താ 1,00,000? കൊള്ളാം ഇല്ലേ? ഭാഗവതം 1,00,000 ഉറുപ്പിക തരുമോന്നാ ചോദിച്ചത്. ഭഗവാനോട് വാതുവയ്ക്കാൻ പോണ്ട, ഒരാളും വാതുവയ്ക്കാൻ പോണ്ട. ഇനി നിങ്ങൾക്ക് വാതുവയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വെച്ചോളൂ, അതിനും വിരോധമില്ല. ഭഗവാനോട് ആവണം, ബാക്കിയുള്ളവരോട് വയ്ക്കരുത്. തുഷ്ടേ ച തത്ര, ആ ഭഗവാൻ സന്തുഷ്ടനായാൽ കിമലഭ്യം, ഈ ലോകത്തിലുള്ള ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശനി, കാറ്റ്, വെള്ളം, അഗ്നി എല്ലാം തന്നെ ഈ ഭഗവാൻ സൃഷ്ടിച്ചതല്ലേ. ആ ഭൂമിയിൽ കൃഷി ചെയ്ത് കിട്ടുന്ന കാശല്ലേ ഇവിടെ. ആ ഭൗമ ഉൽപ്പന്നങ്ങൾ പല വിധത്തിലും പ്രക്രിയകളിലൂടെ വ്യവസായമാക്കി മാറ്റി ആ വ്യവസായോത്പന്നങ്ങൾ വിറ്റതല്ലേ നിങ്ങളുടെ കാറും ലോറിയും വണ്ടിയും മറ്റതും മറിച്ചതുമൊക്കെ. അല്ല, ഇത് മുഴുവൻ, ഈ വിഭവങ്ങൾ മുഴുവൻ തന്നതും രചിച്ചതും ആരാ? ഭഗവാൻ. അപ്പൊ ഏറ്റവും വലിയ പണക്കാരൻ ഇവിടെ ആരാ? പണക്കാരനാണ്. ആ ഭഗവാന്റെ ഒരു കൊച്ചു സന്താനമായാൽ പിന്നെ നമുക്ക് പിച്ചത്തരം ഉണ്ടാവുമോ? ഇരക്കണ്ടി വരുമോ? എന്താ വരുമുണ്ടാതെ? എന്താ നിങ്ങൾ ഭഗവാനെ പണക്കാരനായിട്ട് ചിത്രീകരിക്കാത്തെ? അദ്ദേഹമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം, സ്രോതസ്. ആ ഭഗവാൻ സന്തോഷിച്ചു എന്നുണ്ടെങ്കിൽ കിമലഭ്യം, എന്താണ് ഇവിടെ ലഭ്യമല്ലാത്തത്? ഭഗവാൻ പിശുക്കനല്ല കൂട്ടരെ, ധാരാളിയാണ്. നിങ്ങളാണ് ഒരു പക്ഷേ പിശുക്കന്മാര്. കയ്യിലിങ്ങനെ പണം വെച്ച് തിരുമ്പി 10 കൊടുക്കേണ്ടയിടത്ത് 1 പകുതിയോ കൊടുക്കും. ഭഗവാൻ അങ്ങനെയില്ല, വാരി കോരി കൊടുക്കാൻ പറ്റുന്ന ആളാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഭഗവാന്റെ പിന്നാലെ പോവൂ. തുഷ്ടേ ച തത്ര കിമലഭ്യമനന്താദ്യേ കിം തൈർഗുണവ്യധികരാദിഹയേ സ്വസിദ്ധാ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ കൂടിച്ചേർന്ന് കലർന്ന് പല വിധത്തിലെ അനുപാതത്തിലും ചേർന്നുണ്ടാകുന്ന വിഭവങ്ങളാണ് ഇവിടെ മുഴുവനും. വൃക്ഷങ്ങൾ, ചെടികൾ, ഔഷധങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ, ലവണങ്ങൾ, രാസവസ്തുക്കൾ എല്ലാം തന്നെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതിപ്പോൾ ഓൾറെഡി ഉണ്ട്. ധർമാദയക്കിമഗുണേന ചകാംക്ഷിതേന. ആ ഭഗവാനെ സന്തോഷിപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ, ആ നടക്കുന്നവർക്ക് പിന്നെ കൂടുതലായിട്ടൊരു ധർമാചരണത്തിൻ്റെ ആവശ്യമില്ല. കിം അഗുണേന ചകാംക്ഷിതേന, അവർക്ക് പിന്നെ ഒരു മോക്ഷം, ജന്മമില്ലാത്തൊരു മോക്ഷം, അത് വേണോ? അതും വേണ്ട. സാരഞ്ജുഷാം ചരണയോരുപഗായതാം. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നുണഞ്ഞ് അതിങ്ങനെ സേവിച്ച്
പൂന്തേനിൽ വണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ. നമുക്ക് പിന്നെ മോക്ഷം വേണ്ട, മോക്ഷം വേണ്ട, ഭൗതികമായ ഒരു നേട്ടവും വേണ്ട. നമുക്ക് നമ്മുടെ ഭഗവാൻ തന്നെ പണം, സ്വർണം, വെള്ളി, ചെമ്പ്, പുഷ്പം, മെർക്കുറി, പ്ലാറ്റിനം ഒക്കെ ഭഗവാനാണ്. ഭഗവാനല്ലാതെ ഒന്നുമില്ല, ഒന്നുമില്ല. എന്ത് കിട്ടിയാലും കിട്ടുന്ന സന്തോഷത്തിൽ എത്രയോ ഇരട്ടി സന്തോഷമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന് മനസ്സിലാക്കുന്ന അപ്പ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, മനസ്സില്ലേ? ധർമാദ്യസ്യ യതോന്വയാദിതരതഃ. തുടക്കത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എവിടുന്നാണോ ജന്മമെടുത്തത്, ഏതാണോ ഇതിനെ പരിപാലിക്കുന്നത്, ഏതു മൂലമാണോ ഇതിന് നാശമോ സംഹാരമോ പരിവർത്തനമോ, ആ സത്യത്തെയാണ് നാം പ്രതിപാദിക്കുന്നത്. ആ സത്യത്തെ നിങ്ങളെല്ലാവരും സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. എന്തിനാ ഞാൻ രണ്ടാമത്തെ തവണ പറഞ്ഞേ? ഒന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ സത്യം പരം ധീമഹി. പോരാ, സത്യം പരം ധീമഹി. ഈ നൈമിഷാരണ്യം സത്രശാലയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ സത്യം ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ആലോചിക്കാൻ സാധിക്കണം. അങ്ങനെ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും സ്മരിക്കുന്നതുമാണ് പൂജ, അതാണ് ആരാധന, അതാണ് തപസ്, അതാണ് വ്രതം. വേറെ ഒന്നുമില്ല. സത്യം പരം ധീമഹി. ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുവപ്പാ. ഇതിൻ്റെ വില ഒരാൾക്ക് തരാൻ പറ്റില്ല. ഈ ശ്ലോകം നിങ്ങളുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ദുഃഖവും ഒരു ദുരിതവും ഒരു അല്ലലും ഒരു അലട്ടും വരില്ല. ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ. നമുക്ക് ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ഋഷിയജ്ഞം, പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. അങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ കടപ്പെട്ടവനല്ല എൻ്റെ ഭക്തൻ. ദേവഋഷി ഭൂത ആപ്തനൃണാം പിതॄണാം ന കിങ്കരോ. അവരുടെ ആരുടെയും കിങ്കരനല്ല എൻ്റെ ഭക്തൻ. നായമൃണീചരാജൻ. അവരുടെ അടുത്തുനിന്ന് ഒരു പൈസ പോലും കടം മേടിച്ചിട്ടില്ല, കടബാധ്യതയുമില്ല. ആർക്ക്? സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ബാക്കിയുള്ള കർത്തവ്യങ്ങളുടെ പേരിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഒഴിവാക്കി സർവാത്മന സർവാത്മന സർവാത്മന. ആരാണോ ശരണ്യനായിരിക്കുന്ന എന്നെ ശരണം പ്രാപിക്കുന്നത്, ഗതോ മുകുന്ദം, മുകുന്ദനെ സർവാത്മന ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തനുണ്ടല്ലോ, ആ ഭക്തൻ ദേവന്മാരുടെയോ ഋഷികളുടെയോ ഒരൊറ്റ ആളുടെ കിങ്കരൻ ഭൃത്യനല്ല, ആർക്കും ഒന്നോട്ട് കൊടുക്കാനുമില്ല. അവന് ഞാൻ മാത്രം. അവൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്, അവൻ എന്ന് പറഞ്ഞാൽ ഞാനാ. എനിക്ക് വല്ലവരോടും വല്ല കടപ്പാടും ഉണ്ടോ? ഇല്ല. അതുപോലെ അവനുമില്ല എന്ന് ഒന്ന് വായിച്ച് പഠിക്കണപ്പാ. അത് ദേവർഷി ഭൂതാപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായമൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കൃത്യം. സ്വപാദമൂലം ഭജതഃ പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിഃ പരേശഃ വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ടഃ. നിങ്ങൾ കേട്ടിട്ട് മറക്കോ? എനിക്ക് പേടിയാവും. സ്വപാദമൂലം ഭജതഃ പ്രിയസ്യ, എൻ്റെ പാദമൂലത്തെ
ഇഷ്ടത്തോടും സന്തോഷത്തോടും വേണ്ടിയോടും കൂടി സ്നേഹമസൃണതയോടുകൂടി ആരാണോ ഭജിക്കുന്നത് ആ പ്രിയപ്പെട്ടവൻ എൻ്റെ പ്രിയൻ. ത്യക്ത അന്യഭാവസ്യ, അവിടുന്ന് അങ്ങോട്ട് ധർമ്മശാസ്ത്രമോ മറ്റേ ശാസ്ത്രമോ മറിച്ച ശാസ്ത്രമോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതിൻ്റെ ഒന്നും പിന്നാലെ ഞാൻ പോവില്ല. എനിക്ക് ഭഗവാനാണ് പ്രിയങ്കരൻ, ഞാൻ ഭഗവാന് പ്രിയങ്കരനാവാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ പാദമൂലത്തെ ഞാൻ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. അങ്ങനെ ശരണം പ്രാപിക്കാൻ വേണ്ടി മറ്റെല്ലാറ്റിനെയും വിട്ടുകളയുന്നു. സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്ത അന്യഭാവസ്യ ഹരിഃ പരേശഃ. അങ്ങനെ വന്നാലോ പരേശനായിരിക്കുന്ന ഹരി, എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരൻ, എല്ലാ ശക്തികളുടെയും ശക്തി, അങ്ങനെയുള്ള ആ പരമേശ്വരൻ ഹരി ഉണ്ടല്ലോ. വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത്, ചിന്തിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പിഴവോ വഴിയോ അങ്ങനെ വല്ലതും ഉണ്ടായാൽ പോലും, കേട്ടോ നിങ്ങൾ? എങ്ങാനും വല്ല തെറ്റും പിണഞ്ഞാൽ പോലും ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട, ആ ആളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരുന്ന് അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ ഞാൻ തുടച്ചു മാറ്റണു. ഇതിലേറെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എന്താണ് വേണ്ടത് കൂട്ടരെ? ഒന്ന് പറയിൻ. നിങ്ങൾക്ക് ഇതിലേറെ വല്ലതും വേണോ? ഒന്ന് പറയിനപ്പ, വേണോ? വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട. ആ ഹൃദയത്തിൽ സ്ഥിരം താമസിച്ച് എൻ്റെ ഭക്തൻ എന്തെങ്കിലും പാപമോ തെറ്റോ അകൃത്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയ്യോ എൻ്റെ ഭക്തനാണ്, അതിൻ്റെ ഫലം ഒരിക്കലും അവന് ഉണ്ടാവരുത്. തുടച്ച് വെടുപ്പാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുവത്രേ. നിങ്ങൾക്ക് മാസശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ ഈ പറയുന്നത്? സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്ത അന്യഭാവസ്യ ഹരിഃ പരേശഃ വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ടഃ. ഭക്തജനങ്ങളെ, എൻ്റെ കൂട്ടരെ, ഞാനൊരു 23-ാമത്തെ വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയതാ. സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. മനുഷ്യരെ എല്ലാവരും കൂടിയിട്ട് എന്നെ സംസാരിക്കാൻ പറഞ്ഞോട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കുട്ടിക്കുറുമ്പോട് കൂടി എന്ന് പറയാം, പറഞ്ഞാൽ കേൾക്കും, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും കണ്ടു കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വായിക്കുക. ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് വായിച്ചു എന്ന് വിചാരിക്കരുത്. പക്ഷെ ഞാൻ അനുഭവത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സന്യസിച്ചത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മുടെ ഈ വായ കൊണ്ട് ഓരോ വാക്കും വരുമ്പോൾ ആലോചിച്ചിട്ടാണോ ഈ വരുന്നത്? പെറുപെറുപെറുപെറുന്നിനെ വാക്ക് വരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് ഇത്തിരി പതുക്കെ സംസാരിക്കുക. എൻ്റെ സ്വയം സ്പീഡ് ഇതല്ല. അപ്പം ഈ ആശയങ്ങൾ ഉണ്ടാവുന്നത് എവിടെ? അത് ശബ്ദനാളങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എങ്ങനെ? പുറത്തു വരുന്നത് എങ്ങനെ? എനിക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ, ഞാനാണ് ആദ്യം എൻ്റെ വാക്ക് കേൾക്കുന്നത് നിങ്ങളെക്കാൾ മുമ്പേ. അപ്പം ഞാനൊരു ശ്രോതാവാ, വക്താവല്ല. അപ്പം എന്തെങ്കിലും വല്ല തകരാറും എൻ്റെ വാക്കിൽ വരുമോ, വരരുതെന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എന്തിനാ സംസാരിക്കുന്നത്? ഞാനല്ല, എൻ്റെ ചുമതല എനിക്കില്ല. മനുഷ്യരുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നു, എവിടുന്നോ വാക്കുകൾ വരണു, ആരാ വരുത്തണേന്ന് വെച്ചാൽ ആൾ നോക്കിക്കോട്ടെ എന്നൊക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭാഗവതത്തിൽ നോക്കിയപ്പോൾ ഒരു ശ്ലോകം കണ്ടു. എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയേണ്ടതാണ്. നിങ്ങൾക്കിതിന് പ്രസക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയട്ടെ. കേൾക്കണോ? എല്ലാവർക്കും കേൾക്കണോ? ഒന്ന് കൈ പൊന്തിക്കാൻ. വെരി ഗുഡ്, അനുഗ്രഹീത തന്നെ. നമ്മുടെ ബ്രഹ്മാവുണ്ടല്ലോ, അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. സൃഷ്ടി നിർത്താൻ പറ്റില്ല. സൃഷ്ടിച്ചതിനെയൊക്കെ പരിപാലിക്കണം. ആർക്ക്? മഹാവിഷ്ണുവിന്. ഈ പരിപാലിച്ചതിൽ ഓരോന്നായിട്ട് കൊന്നുകൊണ്ടുപോകും വേണം ശിവന്. ഇവർ മൂന്നാളും നല്ല തിരക്ക് പിടിച്ചവരാ. അവർക്ക് സൺഡേ ഇല്ല, ഓഫില്ല, ബർത്ത്ഡേ ഇല്ല, ഒന്നുമില്ല, ബന്ധുവില്ല. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ. നാരദൻ ഒരു ദിവസം ചെന്ന്, പിതാവേ എനിക്കൊരു സംശയം തോന്നുന്നു,
അങ്ങിങ്ങനെ തോരാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങാനും കണ്ണൊന്ന് മൂടി അല്ലെങ്കിൽ ക്ഷീണം വന്നു, ആലോചിക്കാൻ പറ്റിയില്ല, പിഴവ് വന്നു പോവോ സൃഷ്ടിയിൽ? അങ്ങനെ പിഴച്ചാൽ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. ബ്രഹ്മാവ് ആലോചിച്ച് മറുപടി പറഞ്ഞു അത്രേ, നീ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ മറുപടി എനിക്ക് പറയാനുള്ളതാണ്. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ നവൈ ക്വചിന്മേ മനസോ മൃഷാഗതി നമേ ഹൃഷീകാനി പതന്ത്യ സത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യവത ധൃതോ ഹരി. ആ പറഞ്ഞിട്ടുള്ള മറുപടി ഉണ്ടല്ലോ, ലോകത്തിലെ എല്ലാവർക്കും എപ്പോഴും അനുവർത്തിക്കാനുള്ള, ആശ്രയം കൊള്ളാനുള്ള ഒരു മറുപടിയാണ്. എൻ്റെ പൊന്നു മോനെ കേട്ടോ, ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ, എൻ്റെ നാവ് ഒരിക്കലും പിഴച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ നാവ് ഒരിക്കലും പിഴച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ന ഭാരതി എന്ന് വെച്ചാൽ നാവ്. ന ഭാരതീമേംഗ മൃഷോപലക്ഷ്യതേ നവൈ ക്വചിന്മേ മനസോ മൃഷാഗതി. എൻ്റെ മനസ്സ് തെറ്റായ ഒരു വഴി കൂടി ചിന്തിച്ചു എന്ന് പറയാനുമില്ല. നമേ ഹൃഷീകാണി പതന്ത്യ സത്പഥേ. നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ശരിയല്ലാത്തൊരു കാഴ്ച കാണ്, ശബ്ദം കേൾക്ക്, തൊടുക, പിടിക്കുക, വലിക്കുക, ഒന്നും ചെയ്യണില്ല എന്ന്. ഇതിപ്പോൾ എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ എൻ്റെ മെടുക്കുകൊണ്ടല്ല. യന്മേ ഹൃദൗത്കണ്ഠ്യവത ധൃതോ ഹരി. പരമകല്യാണ നിധിയായ ഹരിയുണ്ടല്ലോ, ആ ഹരിയെ വളരെ ഉത്കണ്ഠയോടുകൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ആ ശ്രീഹരിയുടെ നോട്ടത്തിലും നിരീക്ഷണത്തിലും ആവേശത്തിലും ഉത്തേജനത്തിലും പ്രോത്സാഹനത്തിലുമാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പം എൻ്റെ സൃഷ്ടി പഴയ്ക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യോഗ്യതയല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭൂമാനന്ദ സ്വാമി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂമാനന്ദ സ്വാമിജിയുടെ യോഗ്യതയല്ല. നാവ് ഇങ്ങനെ ചലിക്കണു, ആശയങ്ങൾ എവിടുന്നോ വരണോ എനിക്കറിയില്ല. സംസാരിക്കുന്നത് ഞാൻ കേൾക്കണു, എങ്ങാനും ഒരു വാക്ക് പിഴയ്ക്കുകയോ തെറ്റുകയോ ചെയ്താൽ എനിക്ക് മനസ്സിന് വലിയ വിഷമമാണ്. അപ്പം ഞാൻ ഈ ശ്ലോകം ഭാഗവതത്തിൽ കണ്ടപ്പോൾ എന്താ ഞാൻ മറുപടി പറയുക? ഇങ്ങനെ വേണം നമ്മളെല്ലാവരും ജീവിക്കാൻ. ഏത് പ്രവക്താവിനും ഉള്ള ഇൻഷുറൻസാണിത്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്, അഭിലാഷം കൊണ്ടല്ല, പോരുകൊണ്ടല്ല, മത്സരം കൊണ്ടല്ല. ഭഗവാന്റെ വാക്കുകൾ ഭക്തന്മാരെ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഒരാവശ്യമാണല്ലോ എന്ന്. ഞാൻ എപ്പോഴും പറയും, ഭഗവാന് പരിഭവം പറയാനുണ്ടാവരുത്. എൻ്റെ വാക്കുകൾ പറഞ്ഞു കേൾപ്പിക്കാൻ ഇക്കണ്ട ജനങ്ങളിൽ ആരും പുറപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടാ ഞാനിതിന് പുറപ്പെട്ടേ എന്ന്. അങ്ങോട്ടൊരു ദുഃഖം പാടില്ലല്ലോ. ന ഭാരതീമേംഗമൃഷോപലക്ഷ്യതേ നവൈ ക്വചിന്മേ മനസോ മൃഷാഗതി നമേ ഹൃഷീകാണി പതന്ത്യ സത്പഥേ യന്മേ ഹൃദൗത്കണ്ഠ്യവത ധൃതോ ഹരി. ഭക്തിക്കും ഭാഗവതനും കിട്ടുന്ന സമ്മാനം എന്താന്ന് ചോദിച്ചാൽ അതും കൂടി പറഞ്ഞു നിർത്താം. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസഃ ശാന്ത മഹാന്തോ അഖില ജീവവത്സലാ കാമൈരനാലബ്ധധിയോ ജുഷന്തി യത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഇതൊക്കെ ഒന്ന് വായിക്കണേ, ഒന്ന് കേൾക്കണേ, ഒന്ന് ചിന്തിക്കണേ. കിടന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പിലെങ്കിലും ഈ ശ്ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുവപ്പാ. നിഷ്കിഞ്ചന മയി അനുരക്തചേതസഃ. ഭഗവാനോട് അനുരാഗം വേണം. നിങ്ങളൊക്കെ നാമം ജപിക്കുന്നവരാ, കീർത്തനങ്ങൾ പാടുന്നവരാ. പക്ഷേ ഭഗവാനോട് അനുരാഗമുണ്ടോ അതിൽ എന്നുള്ളത് എനിക്ക് സംശയമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അനുരാഗത്തോടു കൂടിയാണ് പാടുന്നത് എന്നുണ്ടെങ്കിൽ ആ അനുരാഗം ഏത് മനസ്സിലുണ്ടോ ആ മനസ്സിനെ ഉടനടി അത് സന്തോഷിപ്പിക്കും.
പിന്നെ ഭഗവാൻ അവിടെ ആവശ്യമില്ല. അനുരാഗമാണ് സന്തോഷിപ്പിക്കുന്നത്. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ, എന്നിൽ അനുരാഗമുള്ള മനസ്സോടുകൂടി, നിഷ്കിഞ്ചനാഹ, ഒരു തുരുമ്പ് പോലും എൻ്റെ ആണെന്ന് വിചാരിക്കാതെ. ഈ ശരീരം എൻ്റെ ആണോ? അല്ല. എൻ്റെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കേൾക്കണം. ഞാനിപ്പം നടക്കുമ്പോൾ വീഴാൻ പോണ കണ്ടില്ലേ നിങ്ങൾ? ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തുടങ്ങി. ഇവിടെ വരുമ്പോഴോ വലിയ ഗെയിമായിട്ട് കാണാനില്ല. ഇതെന്താ അത് എങ്ങനെ ചോദിച്ചാൽ ആരാ മറുപടി പറയാൻ? ഭഗവാനോട് അനുരാഗം തോന്നണം. അനുരാഗം തോന്നിയാൽ നിഷ്കിഞ്ചനത്വം. ഈ ശരീരം നമ്മുടെയല്ല. ശരീരം കൊണ്ട് സമ്പാദിക്കുന്നതാണോ പിന്നെ നമ്മുടെ? നിങ്ങൾക്കുണ്ടായ കുട്ടികൾ നിങ്ങളുടെയാണോ? നിങ്ങളുണ്ടാക്കിയ വീട് നിങ്ങളുടെയാണോ? നിങ്ങളുടെ ഉദ്യോഗത്തിന് കിട്ടിയ ശമ്പളം കൊണ്ടുണ്ടാക്കിയ പ്രോവിഡന്റ് ഫണ്ടും ഒക്കെ നിങ്ങളുടെയാണോ? അല്ല. അടിസ്ഥാനപരമായി ശരീരം നമ്മുടെയല്ല, നമ്മുടെ ഉടമസ്ഥതയിൽ പെട്ടതല്ല. അങ്ങനെ ഒന്നും എൻ്റെ അല്ല എന്ന് തോന്നുന്ന മഹാത്മാക്കളെയാണ് നിഷ്കിഞ്ചനന്മാർ, അകിഞ്ചനന്മാർ എന്ന് പറയുക. ഞാൻ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. നിഷ്കിഞ്ചന മയി അനുരക്തചേതസഃ ശാന്ത മഹാന്തോ, അവരുടെ മനസ്സ് സമാധാനമായി ആശകളില്ലാതെ ശാന്തമായിരിക്കും. മഹാന്തോ, അവരുടെ ജീവിതത്തിൽ അവർ നോക്കുന്നത് മഹത്തായിരിക്കുന്ന ഒരന്തമാണ്. അഖില ജീവവാത്സല്യം വളർത്തി എല്ലാവരുടെയും വത്സല സുഹൃത്തായി തീരണം എന്നാണ് അവരുടെ വിചാരം. അഖില ജീവവത്സലാ കാമൈഹി അനാലബ്ധധിയ. അങ്ങനെ വരുമ്പോൾ അവരുടെ ബുദ്ധിയെ ഒരു വിധത്തിലുള്ള ആഗ്രഹവും ആവരണം ചെയ്ത് ചുറ്റി നിൽക്കില്ല. ജുഷന്തിയത്, മനസ്സും ബുദ്ധിയും ശുദ്ധമായി പരമാത്മചിന്തനം, പരമേശ്വര ചിന്തനം, ഹരിഭക്തി, ഹരിയോട് അനുരാഗം, ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ഒരു സുഖം അവരനുഭവിക്കുമത്രേ. അന്തഃസുഖം, ഉൾസുഖം, ഹൃദയ സൗന്ദര്യം, തനിക്ക് മാത്രം ഉള്ളിൽ വിധിക്കപ്പെട്ടത്. കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം. ആ സുഖത്തിന് എന്താ പേര്? നൈരപേക്ഷ്യം സുഖം. ഒന്നിനോടും അപേക്ഷയില്ലാതെ, ഒന്നിനോടും അപേക്ഷയില്ലാതെ. പ്രഹ്ലാദനോട് വരം ചോദിച്ചപ്പോൾ പറയാണ്, കാമാനാം യദ്യസംരോഹം, ഒരു വിധത്തിലുള്ള കാമങ്ങളും എൻ്റെ മനസ്സിൽ മുളയ്ക്കരുത് എന്നൊരു വരം തരൂ എന്നാ പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ എന്തു പറയും? 2 പേരക്കുട്ടികളിലെ +2 മുഴുവനായി. അവർക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ 99% കിട്ടി. MBAയും കൂടി കഴിഞ്ഞ അമേരിക്കയ്ക്ക് പറഞ്ഞയക്കണം. അത് മാത്രമേ വേണ്ടൂ. അങ്ങനെ ഇല്ലാന്ന്. നൈരപേക്ഷ്യം ന വിദുസുഖം മമ, മനസ്സ് നിരപേക്ഷമായി. ആ നിരപേക്ഷാവസ്ഥയിൽ മനസ്സിന് സ്വയം അനുഭവിക്കാൻ കിട്ടുന്ന സുഖമുണ്ടല്ലോ, ആ സുഖം ബാക്കിയുള്ള പ്രാപഞ്ചികന്മാര് എങ്ങനെ മനസ്സിലാക്കാനാണ്? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസ ശാന്ത മഹാന്തോ അഖില ജീവവത്സലാ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാ ദിശഃ. നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ഭക്തി ഉണ്ടെങ്കിൽ കണ്ണടച്ച് ക്ഷേത്രത്തിൽ പോയി പൂജാമുറി ഇങ്ങനെ ഇരുന്നാലേ സുഖം ഉണ്ടാവുള്ളൂ എന്നാ. അങ്ങനെ ഇരുന്നാൽ സുഖം ഉണ്ടാവും. അതല്ല ഭക്തിയുടെ പൂർണ്ണത. ഭക്തിയുടെ പൂർണ്ണത എങ്ങനെയാ? അകിഞ്ചനസ്യ, തൻ്റേത് എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല എന്നുള്ള അനുഭവം വേണം. ദാന്തസ്യ, ഇന്ദ്രിയങ്ങൾക്ക് കോളിളക്കം വരരുത്. ശാന്തസ്യ, മനസ്സിലെ ആശ പടർന്നു പിടിക്കരുത്. സമചേതസ, എൻ്റെ ഭഗവാൻ എല്ലാ ദിക്കിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു, പരിലസിക്കുന്നു. മയാ സന്തുഷ്ട മനസ്സഃ, ഈശ്വരൻ ഭഗവാൻ കൃഷ്ണൻ മഹാവിഷ്ണു പരമകല്യാണനിധിയായ ശ്രീഹരി, ജഗദേകബന്ധുവായ ഹരി, ആ ഒരൊറ്റ വിചാരം കൊണ്ട് മാത്രം സന്തുഷ്ട മനസ്സോടുകൂടിയവൻ. അങ്ങനെയുള്ളവന് സർവാഹ സുഖമയാദിശ, കാണുന്ന ദിക്കുകൾ മുഴുവനും സുഖമയങ്ങളാണെന്ന്.
അങ്ങനെ ഹൃദയത്തിൽ ഒളിഞ്ഞിരുന്ന് സുഖമനുഭവിക്കുകയല്ല. കണ്ണും മൂക്കും ചെവിയും നാക്കിയും നാവും തുറന്ന് സഞ്ചരിക്കുമ്പോൾ എല്ലാ ദിക്കിലും സുഖം തന്നെ. അങ്ങനെ സുഖമനുഭവിക്കുന്ന ഒരു ഭക്തന്റെ സ്ഥിതിയെ പറ്റി പറയുകയാണ് കൃഷ്ണൻ. കേട്ടോളൂ കേട്ടോളൂ. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭിഃ. നിരപേക്ഷം മുനിം ശാന്തം, അപേക്ഷയില്ലാത്തവൻ, സദാ തത്വം മനനം ചെയ്യുന്നവൻ, ശാന്തൻ, ഒരാളോടും ശത്രുതയില്ലാത്തവൻ, എല്ലാ ദിക്കിലും ഒരുപോലെ എന്നെ കാണുന്നവൻ, അങ്ങനെയുള്ള ഒരു ഭക്തനുണ്ടെങ്കിൽ ആ ഭക്തനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് അനുവ്രജാമ്യഹം നിത്യം, ആ ആളുടെ പിന്നാലെ നിഴല് പോലെ ഞാൻ പോണു. എന്തിനു വേണ്ടി? പൂയേത്യഘ്രിരേണുഭിഃ. ആ ഭക്തന്റെ കാൽപ്പൊടി ഉണ്ടല്ലോ, ആ കാൽപ്പൊടി എൻ്റെ മേല് തട്ടി ഞാൻ പവിത്രനാകണം എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ പോണു എന്ന് കൃഷ്ണൻ പറയുന്നു. കേട്ടോ നിങ്ങള്? ഇല്ല. ഭഗവാന്റെ പിന്നാലെ പോവാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ നില മാറി ഭഗവാൻ നമ്മുടെ പിന്നാലെ, നമ്മുടെ കാലിലത്തെ പൂമ്പൊടി തട്ടി ശുദ്ധമാവാൻ വേണ്ടി വരുമത്രേ. ഇതിലേറെ ഭക്തിയെ അങ്ങേ അറ്റത്തിലേക്ക് കയറ്റി വിവരിക്കുന്ന ഏതെങ്കിലും ഒരു വിവരണമുണ്ടോ കൂട്ടരെ? ഇതാണ് ശ്രീമദ് ഭാഗവതം. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭിഃ. സമ്പൂർണം ജഗദേവ നന്ദനവനം സർവേപി കൽപദ്രുമാഃ ഗാംഗം വാരി സമസ്തവാരിനിവഹാഃ പുണ്യാഃ സമസ്താഃ ക്രിയാഃ വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസീ മേദിനി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. തത്വങ്ങൾ വായിച്ച് കേട്ട് മനനം ചെയ്ത് ധ്യാനിച്ച് സമാധി അനുഭവിച്ച് ഇതൊക്കെ ഒതുങ്ങിയിരുന്ന ഒരു സ്ഥലത്തിലിരുന്ന് അനുഭവിക്കുന്നതാ. ഇതൊക്കെ കുറച്ച് നേരത്തേക്ക് ആവാം, അത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് വരും. അങ്ങനെയാ. അതൊക്കെ പോയി അവിഛിന്നം, ഇടമുറിയാതെ എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരാനന്ദാനുഭവമുണ്ട്. അതിനെയാണ് വർണ്ണിക്കുന്നത്. സമ്പൂർണം ജഗദേവനന്ദനവനം. ഈ ജഗത്ത് മുഴുവനും പൂർണ്ണമായും നന്ദനവനമാണ്. സർവേപി കൽപദ്രുമാഃ. കാണുന്ന വൃക്ഷങ്ങളൊക്കെ കൽപദ്രുമങ്ങളാണ്. ഗാംഗം വാരി സമസ്ത വാരിനിവഹാഃ. എവിടെ വെള്ളം ഒഴുക്കുണ്ടോ അത് ഗംഗയാണ്. ഗംഗ അന്വേഷിച്ച് ഞാൻ പോവില്ല. എൻ്റെ അനുഭവത്തിലും ദൃഷ്ടിയിലും കാണുന്നതൊക്കെ ഗംഗ തന്നെ, ഗംഗയെപ്പോലെ പവിത്രം തന്നെ. പുണ്യാഃ സമസ്താഃ ക്രിയാഃ. ഭഗവാൻ സൃഷ്ടിച്ച ലോകത്തിൽ ഭഗവാൻ രചിച്ചു തന്നിട്ടുള്ള ദേഹം കൊണ്ട് നാം സമ്പർക്ക രൂപത്തിൽ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അത് മുഴുവനും ഒരുപോലെ പുണ്യവും ദിവ്യവുമാണ്. വ്യത്യാസബുദ്ധിയൊക്കെ മനസ്സിന്ന് പോയി. വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ. വായിൽ നിന്ന് നല്ല വാക്ക് പറയാം. ചിലപ്പോൾ ചെറുപ്പകാലത്തെ സ്വാധീനത്തിൻ്റെ പേരിൽ പൊട്ടവാക്കുമൊക്കെ വന്നു എന്ന് വരാം. അങ്ങനെ എന്തു വന്നാലും വേദാന്തമാണ് അത് മുഴുവനും എനിക്ക്. വാരാണസി മേദിനി. ഈ കാണുന്ന ഭൂമി മുഴുവനും വാരാണസിയാണ്. ഉത്തർപ്രദേശിൽ ഗംഗാനദിയുടെ തീരം മാത്രമല്ല, എല്ലാ ദിക്കും വാരാണസിയാണ്. അസ്യ വസ്തു വിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. ആ സർവവ്യാപകമായിരിക്കുന്ന പരബ്രഹ്മത്തെ വേണ്ടതുപോലെ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കി സാർവത്രികവും സമഗ്രവുമായ ഒരു അനുഭവം വന്ന മഹാത്മാവിന് എല്ലാം തന്നെ ബ്രഹ്മമയം, വിഷ്ണുമയം, ഭക്തിമയം, ആനന്ദമയം, മുക്തിമയം. അവിടം വരെ നമുക്ക് ഉയർന്നു പോവാം. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപദ്രുമാഃ ഗാംഗം വാരി സമസ്ത വാരിനിവഹാഃ പുണ്യാഃ സമസ്താഃ ക്രിയാഃ വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസീ മേദിനി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയാ
ദൃഷ്ടേ പരബ്രഹ്മണി സർവാവസ്ഥിതിരസ്യ വസ്തുവിഷയ ദൃഷ്ടേ പരബ്രഹ്മണി. നിർത്തട്ടെ? എന്താ മിണ്ടാത്ത? നിർത്തട്ടെ എന്ന് വേണ്ടല്ലേ? ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഞാൻ സമാപനം ഒരു ശ്ലോകം ചൊല്ലി നിങ്ങളെല്ലാവരും കൂടി ഓംകാരം ജപിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യധിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം. എല്ലാവരും കൂടി കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് മനസ്സും ബുദ്ധിയും തുറന്ന് എൻ്റെ കൂടതാ ഓംകാര ജപാനുഷ്ഠാന തപസ്. പുതിയതായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും ലജ്ജിക്കാതെ നാണിക്കാതെ വലിയ ഒരു അനുഗ്രഹ കാരണമാണ് കുടുംബത്തിനും തലമുറകൾക്കെന്ന് വിചാരിച്ച് ജപിക്കൂ. എല്ലാവരും ജപിക്കൂ, ജപിക്കൂ. ഇതാ ഓ ഹരി ഓം തസ്. എല്ലാവരും നന്നായിരിക്കും. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ. ശ്രീമദ് ഭാഗവതം പറയുക, അനവധി ജന്മങ്ങളിൽ സമ്പാദിച്ച പുണ്യം കൊണ്ട് മാത്രമേ, ഭാഗ്യം കൊണ്ട് മാത്രമേ ശരിയായ സത്സംഗം കിട്ടൂ. അങ്ങനെ വന്നാൽ അജ്ഞാനം കൊണ്ടുള്ള മോഹങ്ങളെല്ലാം നീങ്ങി വിവേകം ഉദിക്കും കേൾക്കുന്നവരിൽ എന്നാ പറയുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. നിങ്ങൾക്കൊരു പക്ഷേ അറിയുന്നില്ല എത്രത്തോളം ഭാഗ്യമാണ് ഈ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാവരും നന്നായിരിക്കും. ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു എല്ലാവരെയും. കുടുംബത്തിൽ നല്ല കുട്ടികൾക്ക് കുട്ടികൾ, അവർക്ക് കുട്ടികൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും കുടുംബസ്നേഹം വേണം, സമാജസ്നേഹം വേണം, ദേശസ്നേഹം വേണം, ഈശ്വരനിൽ ഭക്തി വേണം, ലോകസ്നേഹം വേണം. രാജ്യത്തിന് വേണ്ടത്ര ഉത്പാദനം ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും അഭിമാന സ്തംഭമായി തീരട്ടെ നിങ്ങളുടെ വംശപരമ്പര. ഹരി ഓം തത്സ്. ജയ ഗുരു.